ക്രിസ്തു സ്നേഹത്തിൻ്റെ വിരുന്നുണ്ണുവാൻ ഒരുങ്ങുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതും ക്രിസ്തു അന്ത്യത്താഴത്തിന് വേണ്ടി ശിഷ്യന്മാരോടൊപ്പം ഒരുങ്ങുന്നതുമാണ് സുവിശേഷം. 3 തലങ്ങളിൽ ഈ ധ്യാനം നമുക്ക് ക്രമപ്പെടുത്താം. 1, ഉടമ്പടിയിൽ നിന്നും വ്യവഹാരത്തിലേക്കുള്ള യൂദാസിൻ്റെ വീഴ്ച. 2, പെസഹ ഒരുക്കുന്ന 3-ാമത്തെ കൂട്ടർ. 3, പ്രവൃത്തിയും പ്രാർത്ഥനയും ആയിരിക്കേണ്ട ഇടവും ത്യാഗവും. 1, ഉടമ്പടിയിൽ നിന്നും കരാറ് ബന്ധത്തിലേക്കുള്ള വീഴ്ച. കരാറ് ബന്ധം ഒരു കാലാവധിക്ക് ശേഷം അവസാനിക്കുന്നതാണ്. അതിന് ബാഹ്യമായ വ്യവഹാരങ്ങളും ലാഭനഷ്ടങ്ങളും എപ്പോഴും ബാധകമാണ്. എന്നാൽ ഉടമ്പടി എന്നത് കാലങ്ങൾക്ക് അതീതവും വ്യവസ്ഥകൾക്ക് അതീതവും നിത്യതയുടെ സ്വഭാവമുള്ള ആത്മീയ ബന്ധവുമാണ്. കരാറ് ബന്ധത്തിൽ സമയത്തിനും കാലത്തിനും ലാഭത്തിനുമാണ് പ്രാധാന്യം. ഇവിടെ വ്യക്തിപരമായ ബന്ധമില്ല, ദൈവബന്ധത്തിൻ്റെ ആഴമില്ല. നിയമപരമായ ബന്ധം മാത്രമേ കരാർ ബന്ധത്തിനുള്ളൂ. ആത്മീയ ബന്ധമില്ല, സമർപ്പണമില്ല. ഇതാണ് യൂദാസിനുണ്ടായ വ്യത്യാസം അഥവാ വീഴ്ച. ലൗകിക ലാഭത്തിന് വേണ്ടി ആത്മീയ നേട്ടം മറന്നുപോകുന്നു. യേശുവിലുള്ള ആത്മീയ മാനുഷിക ബന്ധത്തിൻ്റെ ഉടമ്പടിയാഴം യൂദാസ് ഓർക്കാതെ പോകുന്നു. യേശുവിനെ അവൻ സമ്പൂർണമായും മറന്നുപോയപ്പോൾ ലോക ലാഭം അവൻ ലക്ഷ്യം വയ്ക്കുന്നു. അങ്ങനെ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ 30 കാശിൻ്റെ വിലയ്ക്ക് അവൻ ഗുരുവിൻ്റെ നന്മയെ ബലി കഴിക്കുന്നു. 2, പെസഹ ഒരുക്കത്തിൽ നിലകൊള്ളുന്ന 3-ാം കൂട്ടർ. 1-ാമത്തെ ഒരുക്കം യേശുനാഥൻ തന്നെയാണ് നടത്തുന്നത്. കാരണം കർത്താവ് കടന്നു വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ പെസഹ കടന്നുപോക്കലിൻ്റെ രക്ഷാകര ദൗത്യത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്നതുകൊണ്ട്. അതിൻ്റെ കാരണവും ലക്ഷ്യവും സമ്പൂർണതയും ക്രിസ്തുവിലും തന്നെയായിരുന്നു. പെസഹായുടെ ആത്യന്തികമായ കാരണം മനുഷ്യരുടെ രക്ഷയും അവർക്കുണ്ടാകേണ്ട ദൈവ ഉടമ്പടി ബന്ധവും രക്ഷയും തന്നെയായിരുന്നു. 2-ാം കൂട്ടർ ശിഷ്യന്മാർ തന്നെയാണ്. യേശുവിൻ്റെ ഉപദേശം സ്വീകരിച്ച്, വചനം സ്വീകരിച്ച്, യേശുവിനോടൊപ്പം ഉണ്ടും ഉറങ്ങിയും യാത്ര ചെയ്ത് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെയും ഒരു പരിധിവരെ ഉൾക്കൊണ്ടവർ. അവർ യേശുനാഥൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നു. 3-ാം കൂട്ടർ ക്രിസ്തുവിൻ്റെ വചനമായിട്ടോ രക്ഷാകര പദ്ധതിയായിട്ടോ നേരിട്ട് ബന്ധമില്ലാത്തവരാണ്. എന്നാൽ ക്രിസ്തു അവർക്കും പ്രാതിനിധ്യം നൽകുന്നു. ഇവിടെ ക്രിസ്തു പെസഹായുടെ സാർവത്രിക ഭാവം വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു എല്ലാവരുടെയും ആണെന്നും എല്ലാവരും ക്രിസ്തുവിൻ്റേതാണെന്നും ഉള്ള സത്യം വെളിവാക്കപ്പെടുന്നു. ഏവരും ഈ പെസഹായിൽ ഭാഗഭാക്കാകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. 3-ാമതായി പ്രവൃത്തിയും പ്രാർത്ഥനയും ആയിരിക്കേണ്ട ഇടവും ത്യാഗവും. ക്രിസ്തു പ്രവൃത്തിയുടെ ഭാഗമാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ കാരണം നാമും നമ്മുടെ പാപങ്ങളും കുറവുകളുമാകുമ്പോൾ അതേ കാരണത്താൽ തന്നെ നാം ക്രിസ്തുവിൻ്റെ ഭാഗമാകുവാൻ, പ്രാർത്ഥനയോടുകൂടി ക്രിസ്തുവിന് ചേർന്ന് നിൽക്കുവാൻ പ്രത്യേകമായി വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യമാണ് ഈ പെസഹ സത്യം. പ്രിയമുള്ളവരെ, ക്രിസ്തു ഒരുക്കുന്ന പെസഹായ്ക്കരികിലേക്ക് ചേർന്നിരിക്കുവാൻ നമ്മുടെ കുറവുകളും നമ്മുടെ തെറ്റുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് നമ്മോടുള്ള ബന്ധത്തിൻ്റെ സ്നേഹവും ആഴവും മനസ്സിലാക്കി നമുക്ക് ഈ പെസഹായിലേക്ക് നടന്ന് അടുക്കാം. അതിനുള്ള ഒരുക്കങ്ങൾ ക്രിസ്തുവിനായി, നമുക്കായി, മറ്റുള്ളവർക്കായി നമുക്ക് ചെയ്യാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹമായി നീ കൂടെ വാ, നോവറിഞ്ഞവനേ, ചങ്കിലെ ചുടുചോരയാൽ വീണ്ടെടുത്തവനേ, മനമെരിഞ്ഞിടുമ്പോൾ
ചൊരിഞ്ഞിടണേ ജീവദായകനേ. സാന്ത്വനം നീ പകരുക, സ്നേഹമായി നീ കൂടെ വാ, നോവറിഞ്ഞവനേ. ചങ്കിലെ ചുടുചോരയാൽ വീണ്ടെടുത്തവനേ. എന്റെ മൺകുടിലിൽ ഉരുകും മെഴുതിരിയിൽ എന്നും ഈ വഴിയെ മിഴിനീട്ടി നിൽക്കും നേരം. ദൂരെ നിന്നേതോ നാളം തന്നേ പോയി പഥികനായി നീ വരൂ, മനസ്സിലിടവും തേടി കരുണതൻ മിഴികളിൽ കനിവിനഴകും ചൂടി. യേശുവേ നീ മാത്രമേ കാത്തിരിപ്പൂ നിന്നെ, സ്നേഹമായി നീ കൂടെ വാ, നോവറിഞ്ഞവനേ. ചങ്കിലെ ചുടുചോരയാൽ വീണ്ടെടുത്തവനേ. നിന്റെ കാൽവരിയിൽ പുതുയാഗമായി മാറാം. എന്റെ കുരിശേന്തി ഈ മുൾക്കിരീടം ചൂടാം. നാവിൽ നിന്നാമം എന്നും ചൊല്ലിടാം. അനുദിനം സഹനമായി അനുഗമിക്കാം നിന്നെ. നിണമെഴും ബലിയതിൽ സ്വീകരിക്കൂ എന്നെ. യേശുവേ നീ മാത്രമേ കാത്തിരിപ്പൂ നിന്നെ, സ്നേഹമായി നീ കൂടെ വാ, നോവറിഞ്ഞവനേ. ചങ്കിലെ ചുടുചോരയാൽ വീണ്ടെടുത്തവനേ. മനമെരിഞ്ഞിടുമ്പോൾ കൃപ ചൊരിഞ്ഞിടണേ ജീവദായകനേ. സാന്ത്വനം നീ പകരുക, സ്നേഹമായി നീ കൂടെ വാ, നോവറിഞ്ഞവനേ. ചങ്കിലെ ചുടു